ഒരുപാട് സംശയങ്ങളോടെയാണ് നമ്മൾ കെനിയയിൽ വന്നത് കേട്ടോ. കെനിയയിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോവോ, ഏതെങ്കിലും മലയാളീസ് ഉണ്ടാവോ, നമുക്ക് ഫ്രണ്ട്സ് കിട്ടുമോ, നമ്മുടെ ജീവിതം ഭയങ്കര ബോറായി പോവോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ കെനിയയിൽ വന്നത്. അതെല്ലാം മാറ്റിക്കുറിച്ചത് ഇവരാണ് കേട്ടോ. ഫ്രണ്ട്സിനല്ല, നമുക്കിവിടെ ഒരു വലിയൊരു ഫാമിലിനെ കിട്ടിയത് കേട്ടോ. ഞങ്ങളുടെ മോന്റെ ബർത്ത്ഡേ ഞങ്ങളെക്കാട്ടിലും ഇൻട്രസ്റ്റ് എടുത്ത് ഒരു മാസം കൊണ്ട് പ്ലാൻ ചെയ്ത് നടത്തുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇഹാനുവിന്റെ ബർത്ത്ഡേ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താജുവിനെയും ഇഷാക്കിനെയും വിളിച്ചപ്പോഴാണ് കേട്ടോ അവര് പറയുന്നത്, ഇല്ല നമുക്ക് ഡെക്കറേഷൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, തീം ഇതാണ്, നമ്മൾ ഡെക്കറേറ്റ് ചെയ്തോളാം, ഫുഡ് നമുക്ക് ഇവിടുന്ന് ഓർഡർ ആക്കാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മുടെ മോനെ അവരെ മോനായിട്ട് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തലേന്ന് രാത്രി ഒരു 2-2:30 വരെ ഇരുന്നാണ് അവർ ഈ ഡെക്കറേഷൻ എല്ലാം സെറ്റ് ആക്കിയത്. എല്ലാവരും ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് അത്രയും ക്ഷീണിച്ച് വന്ന് ഇത്രയും എഫേർട്ട് ഹാനുവിന്റെ ബർത്ത്ഡേക്ക് ഇടുമ്പോൾ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ബുദ്ധുവിന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പരിപാടി സെറ്റ് ചെയ്തത്. ഒരു 30-ൽ കൂടുതൽ ആൾക്കാരുണ്ടാവുകൊണ്ട് അവിടെ സെറ്റ് ആവുമെന്ന് നമുക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആ സംശയം വെച്ച് നമ്മൾ പുറത്തെവിടെങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു വൈബും ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറും നമുക്ക് കിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഡെക്കറേഷനും സ്നാക്സും ചെയ്തു തന്നത് ഈ മനുഷ്യനാണ് കേട്ടോ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അത്ര ഹാപ്പിനെസ്സോടെയാണ് ആ മനുഷ്യൻ അതെല്ലാം ചെയ്തു തീർത്തത് കേട്ടോ. പണ്ട് എന്റെ കസിൻസിന്റെയും എന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ സെലിബ്രേഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡെക്കറേഷൻ കാര്യങ്ങളിൽ ഞാനായിരിക്കും കേട്ടോ മുന്നിലുണ്ടാവുക. അവിടെ അത്ര ആത്മാർത്ഥതയോടെ തന്നെ ഞാനതൊക്കെ ചെയ്യും കേട്ടോ. അന്ന് എന്റെ ഉമ്മ ചോദിച്ചായിരുന്നു, നിനക്ക് കുട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാ ഇങ്ങനെയൊക്കെ ചെയ്തു തരാന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിട്ടോ. നമ്മൾ എന്തെങ്കിലും ആത്മാർത്ഥതയോടെ ഒന്നും പ്രതീക്ഷിക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും തിരിച്ചു കിട്ടുമോ. എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പറ്റം നല്ല ആൾക്കാരെ നമ്മൾ സ്നാക്സും ഫുഡും ഓർഡർ ചെയ്തത് ഇഷാക്കന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നായിരുന്നു കേട്ടോ. അവരത് അടിപൊളിയായിട്ട് ചെയ്തായിരുന്നു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഫാമിലീസ് ഒക്കെ വീട്ടിലോട്ട് വിട്ടപ്പോ നമ്മളെ പതിവ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ഡാൻസും പാട്ടും കളികളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഇഹാനുവിന് കിട്ടിയ സ്നേഹത്തിൽ പൊതിഞ്ഞ സമ്മാനങ്ങൾ തുറക്കാൻ തുടങ്ങി. ഇഹാനുവിനെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് ഇവിടുത്തെ വലിയ പിള്ളേർക്കായിരുന്നു. അവന്റെ ഒക്കെ ഒരു സന്തോഷം കണ്ടില്ലേ, ആരും കാണാണ്ട് ബാഗിലെടുത്തിടാനത് എന്തോ ഭാഗ്യം അവനൊക്കെ. ഇഹാനു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. തിരിച്ചു പോകുമ്പോ അവൻ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു പോയോണ്ടിരുന്നത്. Thanks a lot guys. Ihanu is so lucky to grow up surrounded by you guys and I am really grateful and happy. അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ അത്രയ്ക്കുള്ളൂ guys. Bye bye, stay tuned.